കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ആയിട്ടുള്ള ലോഞ്ച് എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞ് പ്രേക്ഷകരുടെ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അതെ, ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഒരു കല്യാണ സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കല്യാണത്തിന്റെ അറ്റോരൊക്കെ ഇട്ട് വന്നത് ഇന്ന് ഇവിടെ ചിലർ കല്യാണം കഴിക്കും, ചിലരുടെ കല്യാണ കഥകൾ നമ്മൾ കേൾക്കും, ചിലതൊക്കെ കാണും. അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്താ കേട്ടോ ഈ കല്യാണത്തിന് എല്ലാരും ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണ്? വീഡിയോ എടുക്കുന്നോ? ആ. അതൊരു അത് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിട്ട് അതൊരു ഓർമ്മയല്ലേ? അതെ അതെ. ആണോ ജോണിച്ചേട്ടാ? ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഫ്രഷ്നസ് ആണല്ലേ? അത് എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞാ. എന്ത് കണ്ടോണ്ടിരിക്കാൻ? അത് എന്നും കാണാം, മക്കളെ കാണിക്കാം. സാധാരണ കല്യാണത്തിന് ഈ സർവ്വവിഭൂഷിതയായിട്ടാണല്ലോ വധു വരുന്നത്. മൊത്തം സെറ്റപ്പിലായിട്ടാണല്ലോ വരുന്നത്. അന്നെങ്കിലും അതൊന്ന് കണ്ടോട്ടെ എന്നാണ്. കാരണം മൂന്നിന്റെ അന്നത് പണയം വെക്കുകയല്ലേ. ഞാൻ KSFയിലെ ഒരു ഗോൾഡിന്റെ ചാർജ് നോക്കുന്നുണ്ട്, എനിക്കറിയാം. അത് അങ്ങനെയാണെന്നേ, നമ്മൾ ആദ്യമേ കർപ്പൂരം വെച്ചല്ലേ കത്തിക്കണത്, അത് പെട്ടെന്ന് കെട്ടുപോകും. ബാക്കി വിറക് കത്തണത്. ഞാൻ പറഞ്ഞ അങ്ങനെ മാറാറില്ല, കറക്റ്റ് ആയിരിക്കും. പുനർജനിക്കും അതറിയില്ലേ? അങ്ങനെ നമ്മുടെ കല്യാണ എപ്പിസോഡ് ഔപചാരികമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഈക്കോ പ്രസൻസ് ഞാനും എന്റെ ആളും പവർഡ് ബൈ പൂജ രാഗിനി കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ വേ ടു സ്റ്റാർട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യത്തെ വധുവിനെയും വരനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അവർ ഡിയറസ്റ്റ് വിജയ് ആൻഡ് ശ്രുതി. ഭാര്യ ഭർത്താവൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ നടുത്ത് നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു നാട്ടുകാരുടെ അടുത്തുള്ള ഫീഡ്ബാക്ക് വിജയ്? അല്ല, എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എടാ നിനക്കിപ്പോ സ്റ്റേജിൽ പോയി കാലിൽ ഉമ്മ വെച്ച് നീ ഇതൊക്കെ ജന്മത്ത് ചെയ്യത്തില്ല, ഇതൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലല്ലടാ തലവേദന എന്ന് അങ്ങനെ കുറെ പേര് അഭിപ്രായം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ജന്മത്ത് ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാരടുത്തും പ്രേക്ഷകർക്കും ഒക്കെ പറയേണ്ടത്, നമ്മൾ ചിലപ്പോൾ നല്ലൊരു ടീമിലും നല്ലൊരു വേദിയിലും ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ നിന്നോ ദൈവം തോന്നിക്കുന്ന, അല്ല നമ്മുടെ ഇത് പറഞ്ഞാരും ജയിക്കുന്നില്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ നമുക്ക് അത്രത്തോളം സ്നേഹമൊക്കെ അങ്ങനെ വരും. അത്രയും നല്ലൊരു വേദിയാണ് ഞാനും എന്റെ ആളും. അങ്ങനെയെങ്കിലും വരട്ടെ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് വരട്ടടോ. ഞാനൊരു സെറ്റ് ഇട്ട് വരുമ്പോ നീ പൊളിക്കല്ലേ? വിജയ് ചോദിക്കാം, കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും എങ്ങനെയാണ് ലൈഫ്? അല്ലെങ്കിൽ വിജയ്ക്ക് ആസ് എ പേഴ്സൺ എന്ത് മാറ്റാണ് ഫീൽ ചെയ്യുന്നത്? കല്യാണത്തിന് മുമ്പ് ഒട്ടും എന്താ പറയുന്ന ഒരു കുറെ പേപ്പറുകളായിരുന്നു ഞാൻ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ പേപ്പറുകളായിരുന്നു ഞാൻ. ടിഷ്യൂ പേപ്പറും ഉണ്ട്. അല്ല, പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഥയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് കിടന്നു. പക്ഷെ ഈ പേപ്പറുകളെല്ലാം കൂടെ ഒന്ന് വെച്ച് ഒത്തുകെട്ടി ഒരു ബൈൻഡിങ് ആക്കി എടുത്തത് ഇദ്ദേഹം കൂടെ വന്നതിന് ശേഷമാണ്. ആ ബൈൻഡ് ചെയ്ത സമയത്ത് കുറച്ച് പേപ്പറോടെ മിസ്സായിട്ടുണ്ട്. ചെറിയ പേപ്പർ ഓർമ്മയുണ്ട്. ആ പേപ്പറുകൾ ഇനി വെളിയിൽ ലോകം കാണരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. മിസ്സായ പേപ്പറുകൾ അല്ലേ? അതിനെ പറ്റിയാണ് അന്വേഷണം. അല്ല, വരുന്ന വഴിക്ക് അന്വേഷിക്കാലോ. വിജയ്ക്ക് വേണ്ടി ഞാൻ ഒരു ആൻസർ പറയാം. കല്യാണത്തിന് മുമ്പ് അദ്ദേഹം പേപ്പറുകളായിരുന്നു, കല്യാണത്തിന് ശേഷം ഇപ്പൊ ഡൈപ്പറുകളാണ്. സത്യം ചേട്ടാ, സത്യം. ശ്രുതി പറയൂ, ശ്രുതിയുടെ ഒരു പെർസ്പെക്ടീവില്. എനിക്കും തോന്നുന്നു, ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ അതിനുശേഷം പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇനി മുതൽ എന്തെങ്കിലും സർപ്രൈസ്, പാദസരം, വള, മോതിരം, ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹിന്റ് തരണം. ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വരില്ലേ, ഇത് പെട്ടെന്ന് പാദസരം. അതാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോ വേണമെങ്കിൽ കിടന്നുറങ്ങാം, എപ്പോ വേണമെങ്കിൽ എണീക്കാം, അത് എപ്പോ വേണമെങ്കിൽ സിനിമ കാണാം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും. അതുപോലെ ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടുമായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ചേഞ്ച് ആയിരുന്നു. ആക്ച്വലി മോൻ ഉണ്ടായപ്പം അതിനേക്കാളും കൂടുതൽ. അപ്പം തീർച്ചയായിട്ടും വലിയ ചേഞ്ച് തന്നെയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. വിജയ് എത്രത്തോളം ശ്രുതിയെ ഹെൽപ്പ് ചെയ്യും?
എല്ലാ കാര്യത്തിലും, അടുക്കളയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രഗ്നൻസി അതുപോലെ ഡെലിവറി ടൈമിലൊക്കെ ഞാൻ ചേട്ടന്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പം ആ സമയത്തെല്ലാം ഞാൻ ക്ഷീണം കൊണ്ട് പോയി കിടന്നുറങ്ങിയാലും ആളൊരു 2 മണി വരെയൊക്കെ ഇരുന്ന് പാത്രം നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് പോയാ മതി. കാറ്ററിംഗ് സർവീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതല്ല, രാവിലെ ഞാൻ എണീക്കുമ്പോഴേക്കും എന്തോ അത്ഭുതം കിച്ചണിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നും. കാരണം പുള്ളിക്ക് ഭയങ്കര വൃത്തിയാണ്. ഞാനാണെങ്കിൽ ഒരു പാത്രം എടുത്ത് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി അങ്ങ് വെക്കുക, നമുക്ക് സമയമില്ലല്ലോ. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല, ഒരു പാത്രം എടുത്ത് അത് വൃത്തിയാക്കി അത് തുടച്ച് എല്ലാം വെക്കും. ഞാൻ രാവിലെ പോയി നോക്കുമ്പോഴേക്കും എന്തോ സംഭവം സംഭവിച്ച പോലെ തോന്നും. നീ ഇങ്ങനെ പറഞ്ഞപ്പോ അശ്വതി തന്നെ നോക്കുന്നു, കൊള്ളായിരുന്നല്ലോ വിജയ് ഇങ്ങനെ ഒരുപാട് സർപ്രൈസുകളൊക്കെ കൊടുക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കല്യാണത്തിന് ഇതുപോലെ എന്തെങ്കിലും സർപ്രൈസുകൾ കൊടുക്കാൻ പറ്റുമോ? കല്യാണത്തിനല്ല, കല്യാണത്തിന് മുമ്പ് ആളുടെ ഒരു പിറന്നാൾ വന്നായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഇതേപോലെ ഈ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യുക, എല്ലാരും ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് അൺയൂഷ്വൽ ആയിട്ട്, ജോണി ചേട്ടാ നിത്യ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനൊരു രസം നമുക്ക് തോന്നുന്നത്. എന്റെ പിറന്നാളായിരുന്നു അന്ന്. അപ്പൊ പിറന്നാളിന് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് എന്റെ വീട്ടില് ഒരു പഴക്കൊല കൊണ്ടുവന്ന് വെക്കുക, പഴക്കുല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് എന്താ, അപ്പൊ അവരൊന്നും മിണ്ടണില്ല. അവരവിടെ കൊണ്ടുവന്ന് ഓട്ടോയില് തിരിച്ചങ്ങ് കയറി കൊണ്ടുപോയി. സത്യത്തില് ചേട്ടനെ എനിക്ക് അതൊരു സർപ്രൈസ് ആയിട്ട് പഴക്കൊല എത്തിച്ച. പക്ഷെ അത് പഴക്കൊല എന്നുള്ളൊരു കാര്യമല്ല അവിടെ ഇമ്പോർട്ടൻസ്. ചേട്ടൻ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല ഷൂട്ടിന് നിൽക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ആരെയൊക്കെയോ വിളിച്ച്, എന്റെ വീട് പാലക്കാടാണല്ലോ, പുള്ളി ട്രിവാൻഡ്രത്താ നിൽക്കണേ. അപ്പൊ ആരെയൊക്കെയോ വിളിച്ച്, ഒരു പരിചയമില്ലാത്ത കടയിൽ ഏൽപ്പിച്ച്, ഒരു പരിചയമില്ലാത്ത ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് ഒക്കെയാണ് എന്റെ വീട്ടിലേക്ക് അത് എത്തിച്ചിരിക്കുന്നത്. ആക്ച്വലി പുള്ളിയുടെ ലക്ഷ്യം അതായിരുന്നില്ല. ഓരോ പഴക്കൊലയിലും എന്തോ മെസ്സേജ് ഒക്കെ എഴുതിയിട്ട് കൊണ്ടുതരാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഞാൻ കരുതിയത് അറിയോ, നിങ്ങളുടെ നാട്ടിൽ കേക്ക് കിട്ടാത്ത നാടായതുകൊണ്ട് പഴക്കൊലയിൽ അഡ്ജസ്റ്റ് ചെയ്ത്. ആ ഒരു ചെറിയ കാര്യത്തിൽ പോലും ആ കുട്ടി എത്ര സന്തോഷമായിട്ടാ കാണുന്നത്. ഇപ്പൊ എന്റെ ഭർത്താവൊക്കെ പഴക്കൊലയാണ് കൊടുത്തയച്ചെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. ഞാൻ ഉദ്ദേശിച്ച വേറെ വലിയൊരു കാര്യമായിരിക്കും. അത് കാശ്മീരിലായതുകൊണ്ടാ. ഞങ്ങൾ ഞങ്ങൾക്ക് പഴക്കൊലയൊക്കെ ഇഷ്ടം. ചേട്ടാ, ആക്ച്വലി ആ പഴക്കൊല എന്നുള്ളൊരു കാര്യത്തിനല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഏതൊരു വലിയ സമ്മാനം നമുക്ക് തന്നാലും, കുഞ്ഞു സമ്മാനം തന്നാലും, അതിന്റെ പുറകെ നമുക്ക് തരുന്ന ആളെടുക്കുന്ന എഫേർട്ട്, അതാണല്ലോ നമ്മൾ എപ്പോഴും വില കൊടുക്കേണ്ടത്. അല്ല, അതിപ്പോ ഒരു കൊച്ചു, എന്താ പറയാ, ഒരു കൊച്ചു സാധനമാണ്, ഒരു കൊച്ചു മിഠായി ആണെങ്കിൽ പോലും ഞാൻ അതിന് വില കൊടുക്കും. എല്ലാം ഈ സർപ്രൈസ് ഉണ്ടാക്കുന്നതിനാ കാര്യം. ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ ആളെ ഡിപ്രസ് ചെയ്യിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ പിടിച്ചിരിക്കണ്ട ചേട്ടാ. എനിക്ക് എന്തൊരു കാര്യം തോന്നിയെന്നറിയോ, ചെറിയ കാര്യങ്ങൾ പോലും അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് വിജയനെ ശ്രുതി. എന്ത് ചെയ്താലും നന്ദിയും സന്തോഷവും ഇല്ലാത്ത ഭാര്യമാരുണ്ടാവില്ല ഈ ലോകത്ത്. അവർക്ക് ഒരു മാതൃകയാവട്ടെ ഈ ശ്രുതി. ജോണി ചേട്ടൻ എന്തോ കുത്തി പറയുന്നു. പെട്ടെന്ന് ഷോക്ക് ഞാൻ കണ്ടു. അല്ല, നമ്മൾ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെഡിങ് ഡേ എന്ന് പറയുന്നത് മിക്കപ്പോഴും പുരുഷന്മാരെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഭയങ്കര ഡ്രീം. അവർ കുറെ കാലങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും. ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്റെ അപ്പിയറൻസ്, ബിക്കോസ് അന്ന് ഫുൾ ഫോക്കസ് നമ്മളിലേക്ക് വരുന്ന ഒരു ദിവസമല്ലേ. ശ്രുതിയുടെ അങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ പോലെയാണോ ശ്രുതിയുടെ ഒരു കല്യാണം? അതെ, കാരണം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 months നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തു. സാരി ഇങ്ങനെ വേണം, ബ്ലൗസ് ഇങ്ങനെ വേണം, അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തു. കുറെ നമുക്ക് ബ്രൗസ് ചെയ്യാനൊക്കെ കുറെ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നോക്കി അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാം ഒരു തടസ്സമില്ലാതെ അങ്ങ് സ്മൂത്ത് ആയിട്ട് ദൈവം സഹായിച്ച് ചെയ്തു. പല പർച്ചേസിനും ഒക്കെ പോയത്. അതെ. അല്ല, നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു? നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വെന്യൂലും ലൊക്കേഷനിലും ഒക്കെ ആയിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഭയങ്കര ക്രേസി ആയിട്ടുള്ള കുറെ ആഗ്രഹങ്ങളുള്ള ആൾക്കാരാ. പക്ഷെ അതൊക്കെ നാട്ടുകാരത്ത് പറഞ്ഞാൽ നമ്മൾ വട്ടാണെന്ന് പറയും. അതെന്ന് വെച്ചാൽ ചുമ്മാ നമുക്ക് ഇങ്ങനെ ബീച്ച് സൈഡിലൊക്കെ കല്യാണം നടത്താം. അതുപോലെ മഴ പെയ്യുമ്പോഴൊക്കെ കല്യാണം നടത്താം. അതുപോലെ നല്ല ഹിൽ സ്റ്റേഷനിൽ വലിയ ഉയരത്തിലൊക്കെ പോയിട്ട് മേഘങ്ങളുടെ ഇടയിൽ നിന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞ നാട്ടുകാർ പറയും നമുക്ക് വട്ടാണെന്ന്. നാട്ടുകാരല്ല, ഇവിടെ ഇരിക്കുന്നവർ തന്നെ പറയും. ഡെസ്റ്റിനേഷൻ വെഡിങ് അപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഡെസ്റ്റിനേഷൻ വെഡിങ് എന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും അങ്ങനെയൊക്കെ വെച്ചാൽ ചെയ്യാനല്ലേ പറ്റില്ല. എല്ലാവരും കൂടി ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നുള്ളൊരു ആഗ്രഹം ഇയാള് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമുക്കത് ദഹിക്കുന്ന ഒരു സാധനമല്ല. ഞാനും അത് കേട്ടിട്ടൊന്നുമില്ല. പിന്നെ യൂട്യൂബിലൊക്കെ ആള് പറഞ്ഞതിന് ശേഷം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം പിന്നെ അത് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു
ഫീൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ചെയ്യാതെയൊക്കെ ഇരുന്നു. പക്ഷേ ഞാനും പിന്നെ യൂട്യൂബിലും ബാക്കിയുള്ള ആർട്ടിക്കിൾസും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഡെസ്റ്റിനേഷൻ വീഡിയോ എന്നുള്ള സാധനം ഞാൻ പഠിച്ചെടുത്തു. പിന്നെ കൂട്ടുകാരത്തൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇപ്പം വല്ല മൂന്നാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബീച്ച് സൈഡിലും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി സെറ്റ് ചെയ്യണോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരെണ്ണം ചെയ്യണമല്ലോ എന്ന് മനസ്സിലിങ്ങനെ ഞാനൊരു ബിൽഡപ്പ് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞാൻ അതങ്ങോട്ട് സാധിച്ചെടുത്തു. എന്നങ്ങ് പറ്റിക്കലായിരുന്നു. ഞാനാണെങ്കിൽ വണ്ടി ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ എന്തായാലും അതങ്ങ് നടന്നു. ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തി. അതൊരു വലിയ കഥയാ. പക്ഷെ ഭയങ്കര ചെറുതാക്കി പറയാം, വലിയൊരു കഥയാ പറയട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ വളരെ റീസെന്റ് ഹാപ്പൻ ചെയ്തൊരു കാര്യമാണ്. ഒരു ദിവസം രാവിലെ ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പായിരുന്നു നമുക്കൊരു ആവശ്യമായിട്ട് ചെന്നൈ വരെ പോകേണ്ടി വരും. സിയുടെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി കുറച്ച് ഇവർ പറഞ്ഞു അവരുടെ ഒരു ഫ്ലോറിൽ ചെന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ആരെങ്കിലും ഒക്കെ അവരുടെ ക്രൂ ഒക്കെ കാണും. അല്ല ക്രൂ ആണോന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാണ് ചെയ്യേണ്ടത്. അവിടെ ആൾക്കാരൊക്കെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നമുക്കപ്പോ അങ്ങ് എത്തിയാ മതി എന്ന് പറഞ്ഞു. അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് അവനെ കൂടെ വിളിച്ചു. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോകാത്ഭുതത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തിയത്. താജ്മഹൽ. അശ്വതി, അതായത് ഇപ്പൊ നമ്മുടെ ഏഷ്യയിലായാലും ലോകത്തിലായാലും അതായത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമെന്ന് നമ്മളെല്ലാം പഠിച്ചതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഒക്കെ താജ്മഹലാണ്. അപ്പം എന്റെ മനസ്സിൽ ഈ ആള് കണ്ടിട്ടുള്ളത് മൂന്നാറും അല്ലെങ്കിൽ ബീച്ച് സൈഡും അല്ല കോവളം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ കുറച്ചും കൂടെ ബിഗ്ഗർ ആക്കണം. എന്റെ പൊന്നു വെച്ച് ഇങ്ങനെ വല്ലയിടത്തും കൊണ്ട് സെറ്റ് ഇട്ടിട്ട് അതിന് മുമ്പിൽ കല്യാണം നടത്തിയായിരിക്കും ഞങ്ങൾ വിശ്വസിക്കില്ല. അതാണ് എനിക്ക് ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കാരണം പുള്ളിക്ക് തെളിവ് വേണമായിരുന്നു. അതിന് വേണ്ടിയാണ്. തെളിവിന് വേണ്ടിയല്ല, അതൊരു സ്റ്റോറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ചെയ്തത്. അല്ല ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. താജ്മഹലൊക്കെ അവിടെയൊക്കെ പോയിട്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ? അല്ല ചേട്ടാ ഇത് വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് മുഴുവല്ലേ? അല്ല ഒരു കാര്യം നടക്കാൻ വേണ്ടി ചിലപ്പോ എന്തും ചെയ്യും. ഒരു കാര്യം നടത്താൻ വേണ്ടിയല്ല, ആഗ്രഹം നടത്താനോ ചേട്ടാ. ആഗ്രഹം നടത്താൻ വേണ്ടിട്ട് അതെങ്ങനെ അവിടെ പെർമിഷൻ കിട്ടത്തില്ലല്ലോ? അതൊക്കെ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യും. ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് നമ്മുടെ കയ്യിൽ അതിന്റെ ഫുട്ടേജ് ഒക്കെ ഞാൻ ഇവിടെ അത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പണി ഇതാ വരുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെയൊക്കെയാണല്ലേ പറയേണ്ടത്. നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഈ യാത്രയുടെ കാര്യം നാളെ എല്ലാവരും അന്വേഷിക്കത്തില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും, കൂടെയും വരും. കാര്യം വല്ലപ്പോഴുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം എവിടേക്കെങ്കിലും എങ്ങനെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഭായി ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞിട്ടെടുക്കാതെ. നമ്മളിതൊരു ഷൂട്ട് പ്ലാൻ ചെയ്യുകയാണ്, ഒരു സർപ്രൈസേ. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ആദ്യം പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പറഞ്ഞാണ് വണ്ടിക്കകത്ത് എയർപോർട്ടിൽ നിന്ന് മിണ്ടരുത് കേട്ടോ. അങ്ങനെ നമ്മൾ തമ്പാനൂരിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു. അപ്പോൾ തമ്പാനൂരിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ പ്ലാൻ തെറ്റിപ്പോയി, തമ്പാനൂരല്ല പോകേണ്ടത്, മറിച്ച് നമുക്ക് കൊച്ചുവേളിയിലാണ്, ട്രിവാൻഡ്രത്തുള്ള 2 റെയിൽവേ സ്റ്റേഷൻ, കൊച്ചുവേളിയിലാണ് പോകേണ്ടത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ ഓൾറെഡി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തെറ്റി, തമ്പാനൂരിൽ നിന്നുള്ള കൊച്ചുവേളി പോയി അങ്ങോട്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറാമാൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് വണ്ടി വഴിതിരിച്ച് വിടുകയാണ്. അദ്ദേഹത്തിന് എയർപോർട്ടിൻ്റെ ഒരു ബൈറ്റ്, ഒരു ചെറിയ പിക്ക് എടുക്കാൻ വേണ്ടി. നേരത്തെ എപ്പോഴും എടുത്ത് വയ്ക്കേണ്ടതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വേണ്ടി ദാണ്ട് ഇനി വെറും 20 മിനിറ്റേ ഉള്ളൂ സ്റ്റേഷനിലെത്താൻ. പക്ഷേ നമ്മളെ ഇവിടെ എയർപോർട്ടിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ക്യാമറാമാൻ, വാട്ട് ഈസ് ദിസ്? അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് സംശയമൊന്നുമില്ല. അപ്പം കാര്യം കൂടെയുള്ള കൂട്ടുകാരനെ ആൾക്ക് കൂടെ അറിയാവുന്നതാണ്. അയാൾക്ക് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി ഇറങ്ങി നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ എടുക്കാൻ ഇതൊക്കെ എടുത്തിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അകത്ത് ചൂടെടുക്കുകയല്ലേ, കുറച്ച് നേരം വെളിയിലോട്ട് നിന്നോളാൻ പറഞ്ഞു കുഞ്ഞുമായിട്ട്. വെളിയിലിറങ്ങിയിട്ട് ഞാൻ ആളുടെ അടുത്ത് പറയുകയാണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ തൽക്കാലം കയ്യിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് ട്രെയിൻ യാത്ര വേണ്ടാന്ന് വെച്ച് നമ്മൾ ഫ്ലൈറ്റിലാക്കുകയാണ് യാത്ര. ഫ്ലൈറ്റ് യാത്ര ശരി, നമ്മുടെ മുടങ്ങിപ്പോയ ഹണിമൂൺ. അതെ, നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് ഇവിടെ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞത് മുടങ്ങിപ്പോയ ഹണിമൂൺ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാന്നാ പറഞ്ഞത്. അതിന്റെ എന്താ പറയാ, എന്തെങ്കിലും വേറെ പറ. അല്ല, നമ്മൾ ശരിക്കും കൊച്ചുവേളി പോകണല്ലോ, ഇത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുകയാണെന്ന്. അയ്യോ അങ്ങനെയാണോ? സോറി, നമ്മൾ കൊച്ചുവേളി പോകുന്നത്, നമ്മൾ ഫ്ലൈറ്റിലാണ് പോണത്. നമ്മൾ ശരിക്കും ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമ്മൾ ശരിക്കും അതിന്റെ ഇറങ്ങിക്കോ, ഫ്ലൈറ്റിലാണ് പോകുന്നത്. വാ, ട്രെയിനിലല്ല പോകുന്നത്. എന്ത് തോന്നുന്നു? അവിടെ പറയൂ, എന്ത് തോന്നുന്നു? അത്രയ്ക്ക് അങ്ങോട്ട് ത്രില്ല് വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. സാധാരണ കുറച്ചും കൂടെ ത്രില്ലല്ലേ ഇടയില്. നിന്റെ വീട്ടിൽ വിമാനമൊന്നും ഇല്ലല്ലോ, കുറച്ചും കൂടെയൊക്കെ ത്രില്ലൊക്കെ വരണ്ടേ അല്ലേ? ഗൂസ് ബംസ് ഉണ്ടാ ഇല്ലേ? കേൾക്കുമ്പോ ചിലപ്പോ തോന്നും അതിനെന്താ ഫ്ലൈറ്റിൽ പോകുന്നതിൽ ഇത്ര വലിയ കാര്യമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. ആ സമയത്ത് ഒരു വണ്ടർ അടിച്ചു. കാര്യം ആൾക്ക് എപ്പോഴും ഫ്ലൈറ്റ് യാത്രയൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ
ആ ഫ്ലൈറ്റ് യാത്രയുടെ ഒരു ത്രില്ലിലോട്ട് അപ്പം തന്നെ ഒരു ചെറുതായിട്ട് നമ്മൾ ആ ലെവലിലോട്ട് കയറ്റി നിർത്തി. പിന്നെ നേരെ വണ്ടിയിൽ കയറിയതിന് ശേഷം ഫ്ലൈറ്റ് പിടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഇത് കണക്ഷൻ ഫ്ലൈറ്റാണ്, ഇത് നേരെ ഇവിടെ നിന്ന് പോകുന്ന നേരെ ചെന്നൈയിലോട്ടല്ല, ഇതിന് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിൽ നിന്നാണ് പിന്നെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് പിന്നെ ചെന്നൈ വരേണ്ടത്. അതൊക്കെ ആൾക്കും ഓക്കെ, ആ ഫ്ലൈറ്റിലല്ലേ എത്ര ദൂരം വേണമെങ്കിലും ഇരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ടൗൺ ഡൽഹിയുടെ ഔട്ട്സ്കേർട്സിൽ പോയി ഉത്തർപ്രദേശിൽ പോയി അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് അടുത്ത ഫ്ലൈറ്റ് ചെന്നൈക്ക് കണക്ഷൻ. അപ്പോൾ ശരിക്കും ഇവിടെ പോണേ അത്രയ്ക്ക് വലിയ സർപ്രൈസ് തരാനൊന്നും താങ്ങും നമുക്കിപ്പോൾ ഇല്ല. അതൊക്കെ വിശ്വസിച്ചോളും കേട്ടോ, പറയുന്നതെല്ലാം വിശ്വസിച്ചോളും. അത് വലിയൊരു ഇതാണ്, കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കത്തില്ല. ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുക അത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രയിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് രാത്രി 10-11 മണിയൊക്കെയായി. അപ്പോൾ പിന്നെ ഈ നെയിം ബോർഡ്സ് ഒന്ന് വായിച്ച് മേക്കൗട്ട് ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പായി, നല്ല ഉറക്കമായി. അപ്പോൾ രാത്രി നമ്മളൊരു സ്ഥലം, ഒരു ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്നു. അങ്ങനെ നമ്മൾ നല്ല കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് രാവിലെ ഇറങ്ങി. നേരെ വണ്ടി പിടിച്ചു. വണ്ടിയിലിരുന്ന് അങ്ങോട്ട് എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഒരു സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം. ഒരു ചെറിയ മാസ്ക് വയ്ക്കണം, പക്ഷേ അത് മൂക്കിലല്ല കണ്ണിലാണെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കണ്ണ് കെട്ടിയാണ് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത്. പിന്നെ ഞാൻ പതുക്കെ കൈ പിടിച്ച് നടത്തിച്ച് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് വെച്ചൊരു അബദ്ധം പറ്റി കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കാര്യമായിട്ടൊരു സർക്കസ് പറ്റി. ഇതുവരെ എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു, സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയപ്പോൾ വിശ്വാസം ചെറിയായിട്ട് പറയും, പക്ഷെ അതെൻ്റെ തെറ്റാണ് കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചേട്ടൻ വലിയൊരു ഒരു സർപ്രൈസ് തരാൻ പോവല്ലേ, അപ്പോൾ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കാല് വേദനിച്ചതൊന്നും ഞാൻ കൂടുതൽ കാര്യമാക്കിയില്ല. എന്തായാലും നമ്മൾ അവിടെ നടന്ന് കൊണ്ടുപോയി. ഞാൻ നേരെ കെട്ടഴിച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇദ്ദേഹം കണ്ണു തുറക്കുന്നത്, പക്ഷെ ആളപ്പോഴും കണ്ണടച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചുമലിൽ ഒരു ഒറ്റ അടി കൊടുത്തേട്ടാ, കണ്ണു തുറക്കെന്ന് പറഞ്ഞു. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല. കുറേ നേരം കണ്ണൊക്കെ അങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു രാവിലത്തെ ആ ഒരു ലൈറ്റിൽ ഇത്രയും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന താജ്മഹൽ കാണാന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു. നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരി. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന എൻ്റെ അടുത്താണ് ചേട്ടൻ പറയണേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഇവിടെ വെച്ച് ചെയ്യാമെന്ന്. അതും കൂടി കേട്ടപ്പോൾ എന്താ പറയാ, വിജയ് എനിക്കാണ് ഗൂസ് ബംസ് വന്നത് കേട്ടോ. വിജയ് ഗ്രേറ്റ് ആണ്. ഞാൻ ആലോചിക്കാൻ ഞാൻ എങ്ങനെ വീട്ടിൽ പോകുന്നു. ഇതുവരെ ജോണി ചേട്ടാ ഇപ്പഴെന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ നമ്മൾ എവിടെയാ പോണേന്ന്. ഞാൻ കുത്തമ്മിനാർ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഇതുവരെ ഞാന് കൊച്ചിയിലെ താജ് ഹോട്ടൽ പോലും അവളെ കാണിച്ചു. അല്ല എന്നോട് വൈഫ് പറഞ്ഞ ഹിൽ പാലസ് ഒന്ന് കാണണമെന്നാ പറഞ്ഞത്. ഞാൻ അവിടെ കൊണ്ട് ഗേറ്റിന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞത് ഇതാണ് ഹിൽ പാലസ്, അകത്തോട്ടും കൂടി കയറ്റിയില്ല. അപ്പൊ ഡൽഹി പോണ ഇനി എനിക്ക് ഒരു കേട്ടോ ഇതില് ജഡ്ജായതുകൊണ്ട് ചിലപ്പോ എന്റെ കുടുംബജീവിതം എന്താവും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ എപ്പിസോഡുകളില് ഈ സ്നേഹം പറഞ്ഞുള്ള കരച്ചില് അത് കണ്ടിട്ട് പറഞ്ഞു കണ്ടോ ഇനിയിപ്പോ ഇത് കണ്ടില്ലേ ഞെട്ടിക്കുന്ന. എന്നോട് എവിടെ പോകുമെന്നല്ല, നമ്മൾ എന്തോന്നിന് പോകുമെന്ന്. റോക്കറ്റ് പോകട്ടെ, റോക്കറ്റില് കൊടുത്തതിനേക്കാളും വലിയ സർപ്രൈസ് ആയി പോയി കേട്ടാ. ഷാജഹാനത് കാണിക്കാൻ പറ്റില്ലല്ലോ, ഇത് അതിനേക്കാളും
എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോ കാണുകയല്ലേ അതൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് പോലും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സർപ്രൈസ് ആയിരിക്കുക. അതെ ചേട്ടാ, അത് ഭയങ്കര കാര്യം. ഈ താജ്മഹലിന്റെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല ജോണി ചേട്ടൻ. ബാക്കി എല്ലാവർക്കും അറിയാം. ആ കോമ്പൗണ്ടിൽ ആകെ ഫോണേ സമ്മതിക്കും. അത് തന്നെ വളരെ കുറച്ചെടുത്ത്. അപ്പം ഇതിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമായിരുന്നു അതിരാവിലെ എണീറ്റ് പോയി തപ്പി പിടിക്കുന്നത്. കാര്യം ഇത് കണ്ടുപിടിക്കുന്നത് കാര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നല്ല. അങ്ങനെ അവിടുത്തെ ഉള്ള ഹിന്ദിക്കാരന്മാർ അവന്മാരാണെങ്കിൽ മലയാളിയോ മദ്രാസിയോ എന്ന് കണ്ടാൽ പിന്നെ പൈസ പിടിക്കാനായിട്ട് നടക്കുകയാണ്. പാൻസൗ ആ ഒരു സ്ഥലം പറഞ്ഞു പാൻസൗ 1000 അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം ഒരു മുഗൾ ഗാർഡൻസ്, മൂൺലൈറ്റ് ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗാർഡൻസ്, അതിന്റെ ഒരു സ്ഥലത്ത് നിന്ന് താജ്മഹലിന്റെ കിട്ടു വ്യൂ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലൊക്കേഷൻ. പക്ഷേ ഈ ഷൂട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് ഇതിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് അപ്പുറത്ത് ഹിന്ദിക്കാർ വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയാ സംഭവമൊക്കെ നമുക്ക് ഹിന്ദി അറിഞ്ഞോളേ നടത്തിച്ചെടുത്തു. പക്ഷെ വിജയ് took so much effort അല്ലെ ഇതിന് വേണ്ടിയിട്ട്. വിജയ് എത്ര എഫേർട്ട് എടുത്തു. ശ്രുതി പിന്നെ അതെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളായത് കൊണ്ട് വലിയ സംശയമില്ലാതെ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. നമ്മളെ വല്ലതും ആണെങ്കിൽ നടക്കില്ല. നമ്മൾ വഴിയുന്നേ പദ്ധതി പൊളിച്ചേനെ, അത് വേറെ കാര്യം. ഇതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഇതൊക്കെ വിശ്വസിച്ച് അവിടെ എത്തി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഇത് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഫീല് ഇതൊന്നും നമ്മള് താജ്മഹലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി എപ്പോഴാ ചെന്നൈ പോകണമെന്ന് ചോദിക്കുന്നത്. കാരണം അപ്പോഴും എന്റെ മനസ്സിൽ ഈ ചെന്നൈ പോവാണെന്നുള്ള കാര്യമാണ്. അവിടെ സീലത്തെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യല്ലേ അവിടെ നമ്മുടെ ഫോട്ടോഷൂട്ടിന്. അപ്പോഴും ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ പീസിന് പാലക്കാട് വേറെ എടുക്കാനുണ്ടോ? വംശനാശം വന്നു. അശ്വതി ഒരു സെൽഫി എടുത്തോ, റയർ പീസാ ഇനി കിട്ടില്ല. അപ്പോ ഓരോരുത്തരും ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ പോലെ ആയിരിക്കും. ചിലർ സർപ്രൈസുകൾ കൊടുത്തിട്ടായിരിക്കും, ചിലർ സമ്മാനങ്ങൾ കൊടുത്തിട്ടായിരിക്കും, ചിലര് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ. അപ്പൊ വിജയ് അത് ശ്രുതിക്ക് ഏറ്റവും വേണ്ടതുപോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ശ്രുതിക്ക് അത് അത്രയും നിറവോടുകൂടി എടുക്കാൻ പറ്റിയതും. അത് കണ്ടപ്പോൾ നമുക്കത് റിഫ്ലക്ട് ചെയ്തു. ഇപ്പൊ ശ്രുതിക്ക് ഇങ്ങനെ സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല. നിങ്ങൾ പോയി പണി നോക്കും മനുഷ്യാന്ന് പറയുന്ന ആളാണെങ്കിൽ ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. എന്തായാലും പ്രേമത്തിന്റെ ഒരു പ്രതീകമായ ഒരു സിമ്പിൾ ഓഫ് ലവ് ദാറ്റ് ഇസ് താജ്മഹൽ അവിടെ കൊണ്ടുപോയ വിജയെ ഞങ്ങൾ ആരും ചെറുതായിട്ട് കാണില്ല അല്ലെ? എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാം വിജയ്. നല്ല കയ്യടി. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അസൂയുണ്ട് കേട്ടോ. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാം. കാരണം അല്ലേ, എല്ലാ പെൺകുട്ടികളുടെയും ഒരാഗ്രഹം അല്ലേ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ കല്യാണം നല്ലോണം നടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും എനിക്ക് നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ച പോലെ നമ്മളുടെ ഒരു ആഗ്രഹമല്ലേ ഒരു മലയാളിയുടെ, അങ്ങനെ എന്റെ കല്യാണം നടന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അല്ലേ? അത് നമ്മുടെ ഒരു അവകാശമാണ് അല്ലേ? അല്ല, എന്റെ താലി കെട്ടിയിട്ടില്ല. നമ്മുടെ താലി എന്ന് പറയുന്നത് നമുക്കൊരു താലി ഉണ്ടല്ലോ. അപ്പം അത് നമ്പൂരി ചോദിക്കണ സമയത്ത് അവര് കൊണ്ടുവരുന്നത് ആ കറുത്ത മുത്താണ്, മംഗൾസൂത്ര. അപ്പൊ ചോദിക്കണ സമയത്ത് അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ താലി. അപ്പം ഗുരുവായൂരത്തെ നമ്പൂരി പറയണ്ട അതല്ല ഞങ്ങളുടെ താലി. ഞാൻ പറഞ്ഞല്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിത്യ ഞങ്ങൾ 8 പേരിൽ ആര് കെട്ടണമെന്ന് പറഞ്ഞാൽ മതി താലി. അതൊന്നും മതി. പിന്നെ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും പുടവ കൊടുത്തിട്ടുള്ള അതാണ്, പുടമുറി കല്യാണാണ്. പക്ഷെ അവര് പുടവ എടുക്കാൻ മറന്നുപോയി. അവർക്ക് അറിയില്ല, അവര് മറന്നുപോയി. പുടവ വെച്ചപ്പോ അതുമില്ല. പിന്നെ കുങ്കുമം ചോദിച്ചപ്പോ കുങ്കുമമില്ല. അവസാനം ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് കുങ്കുമം. അപ്പം എന്റെ കല്യാണം ഞാൻ എപ്പോഴും പറയും, എന്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഒരു കല്യാണ കൊട്ടേഷൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ. നമ്മൾ നടത്തി കൊടുക്കും. അത് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള 8 ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു കല്യാണം നടക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? എല്ലാവരും ആഗ്രഹിക്കും വിജയനെ പോലെ ഒരാള്, ഒരു ഭർത്താവിനെ. അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കും ശ്രുതിയെ പോലെ നിഷ്കളങ്കയായ ഒരു ഭാര്യ. അതെല്ലാരും ആഗ്രഹിക്കും. അങ്ങനെ പലരുടെയും കല്യാണ കഥകൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു കിടിലൻ കല്യാണ കഥ, 1, 2, 3 കല്യാണ കഥകളുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾ എത്തുകയാണ്. സായി ചേട്ടാ ആൻഡ് രശ്മി ചേച്ചി, വെൽക്കം ടു ദ സ്റ്റേജ്. നമ്മൾ ഇന്ന് ഇവരോട് എല്ലാവരോടും പറഞ്ഞത് ഇവരുടെ കല്യാണത്തിന്റെ അതേ അറ്റയറിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സാജിയോട് പറഞ്ഞപ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. ഇതിപ്പം ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, പൈസ അല്ലല്ലോ. ഇത് ആദ്യത്തെ കല്യാണത്തിട്ടതാണോ, പിന്നെ രണ്ടാമത്തെ ഇട്ടതാണോ, മൂന്നാമത്തെ ഒഫീഷ്യലി നടത്തിപ്പെട്ടതാണോ? ഇത് 4ാമത്തെ കല്യാണത്തിന്റെ ഡ്രസ്. കാരണം അതിപ്പോ
ദേവൻ ചേട്ടൻ പറഞ്ഞ ഒരു 2 ആയിട്ടുള്ളൂ, ഓടിയെത്താണ്ട് എൻ്റെ കൂടെ, ഇത് 4ാമത്തെ. ഒരു മിനിറ്റ്. പപ്സാണ്. ഭാര്യ നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്. അത് തന്നെ. അല്ല, തക്കം കിട്ടിയപ്പോ പോയി പപ്സ് കഴിച്ചിട്ട് വന്നു. ഇവിടെ ഇരുന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി. അതാ ഇപ്പൊ കാണാൻ. അതാണ് നമ്മളിപ്പോ തെളിവോടെ പിടിച്ചത്. നിങ്ങൾ ചതിച്ച് എന്റെ അടുത്ത് പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞവരാരും ബസ് കഴിക്കൂല. റൂമിൽ പോയി ബസ് കഴിക്കാം. ഞാൻ കുടുംബത്തിലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. അപ്പൊ പറയൂ, എന്താ ഈ 4ാമത്തെ കല്യാണം എന്താ സംഭവം? ഒക്ടോബർ 3 അത് അന്ന് പറഞ്ഞത് മാതിരി തന്നെ ഒളിച്ചോട്ടം. ഒക്ടോബർ 5 ഞങ്ങളുടെ വെഡിങ് രജിസ്റ്റർ മാരേജ്. പിന്നെ നവംബർ 18 നന്നായിട്ട് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ മാസം ഒന്നുകൂടി കല്യാണം കഴിച്ചു, വിജയദശമിയുടെ അന്ന്. അത് വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ചൊരു മാല ഇടണം എന്നുള്ളത്. അത് സാധിച്ചു. പിന്നെ നമ്മുടെ ഈ ക്രൂ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മോട് ചോദിച്ച ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അത് നമുക്ക് നടത്തി തന്ന്. അതുപോലെ തന്നെ ഈ കല്യാണം നടന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിട്ടില്ല. ശരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കല്യാണം നടക്കുമ്പോൾ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ഒളിച്ചോടി പോയപ്പോ പോലും ഇത്ര ആൾക്കാർ അറിഞ്ഞിട്ടില്ല, ഇത്ര വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ അച്ഛൻ മരണപ്പെട്ട പോലും വിളിക്കാത്ത ആൾക്കാർ അന്ന് വിളിച്ചേക്കണ്, ഹലോ എവിടെയുണ്ട്, ഞാൻ ഫോട്ടോ കണ്ടിട്ട് വിളിക്കണാണോ? അപ്പൊ അതെ, ഇത് രശ്മിയാണ് കൂടെ നിൽക്കണം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സകല ആൾക്കാരും എടുത്തിട്ട് കൊടുത്തു. ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തെറിയായിരുന്നു. എന്ത് പറഞ്ഞിട്ട് ആൾക്കാർ ചീത്ത പറയുന്നേ? സിനിമ നടനല്ലേ ഇവനൊക്കെ വീണ്ടും കേട്ടാ എന്താ ഏതാ എന്താന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ നമ്മള് ചെന്ന് ഈ കല്യാണം നടത്തിയത് നമ്മുടെ മനസ്സിന്റെ സന്തോഷം കൊണ്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങി ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഇതായി. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മുഖമില്ല, എന്റെ മുഖത്ത് വേറെ മറ്റേ സ്മൈലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു സംഭവം വെച്ചിട്ട് അല്ല, അത് വെച്ചിട്ട് നിങ്ങള് പാഷാണം ഷാജി വീണ്ടും വിവാഹിതനായി, വധുവിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ശരിയാണ്, ഞെട്ടിയായിരുന്നു ആ ഫോട്ടോ. ഇത് കണ്ടിട്ട് ഈ നിമിഷം വരെ ആർക്കും അറിയില്ല കേട്ടാ, ഞങ്ങള് വേറെ ഞാൻ കെട്ടിയേക്കണല്ല, ഞാൻ എന്റെ ഭാര്യനെ തന്നെ കെട്ടിയേക്കണത്. ചേട്ടാ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചേട്ടാ മാത്രമാണ്. ഘട്ടം ഘട്ടം EMI ആണ്. പക്ഷെ ഒരു പെണ്ണുള്ളൂ കേട്ടോ വിജയ്. 21 വർഷമായിട്ട് ഒരു പെണ്ണുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. അത് വിജയ്ക്കിട്ട ഒരു പണിയാണല്ലോ, വിജയ്ക്കിട്ട് ഇൻഡയറക്ട്ലി എന്തോ ഒരു പണിയാണല്ലോ. ഇല്ല, അത് ഷാജിക്കിട്ട് ഒന്നോടൊന്ന് ഉറപ്പിച്ചതാ. അല്ല സാറേ, ഞാനോർത്തപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്ര വന്നപ്പോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, ഒന്നോടെ കെട്ടിക്കഴിഞ്ഞാലും വലിയ പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. 4 കല്യാണം കഴിച്ചില്ലേ? അപ്പൊ ഇതില് 4 കല്യാണത്തില് ഏത് കല്യാണമാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്? എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് ഗുരുവായൂർ ഫസ്റ്റ് ഒളിച്ചോടി പോയ. അതാ അപ്പൊ നമുക്ക് ടെൻഷൻ ആയിരുന്നല്ലോ. അത് അന്നേരം ഇങ്ങനെ പോണ പോക്കിന് അമ്പലത്തിനൊക്കെ ഞാൻ കെട്ടിക്കോളാട്ടാ. അപ്പൊ ഇതെന്താ കാരണം ഇത് ഇഷ്ടപ്പെടാൻ? ഇത് വളരെ നമ്മൾ മനസ്സ് തുറന്ന് ഫ്രീ ആയി എന്റെ അച്ഛന്റെ മുഖം മര്യാദയ്ക്ക് കാണാൻ പറ്റി. ആ പണ്ടത്തെ രണ്ടാമത് വീട്ടുകാരെ ആലോചിച്ച് നടത്തിയ കല്യാണത്തിനും ഞാൻ പോയ എല്ലായിടത്തും സദ്യയെന്ന് പറഞ്ഞ് കല്യാണം വിളിച്ച്, അച്ഛൻ പോയിട്ട് എല്ലായിടത്തും വൈകിട്ട് പാർട്ടിയാന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പൊ ഇത് രണ്ടും നടത്തണം. ഞാൻ കെട്ടുമ്പോഴും അവിടെ എത്ര കൊടുക്കേണ്ടി വരും ഭഗവാൻ എന്നുള്ള ചിന്തപ്പാടെ എനിക്ക് മൊത്തം. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ ഈ കല്യാണമാണ് ഗംഭീരമായിട്ട് നടത്തിയത്. സമാധാനമായിട്ട്. അല്ല, കല്യാണം വരെ സമാധാനമായിരുന്നു. അവിടുന്ന് നമ്മൾ ഗുരുവായൂർ കല്യാണം കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയപ്പോഴേക്കും ചേട്ടനെ ഓരോ ചാനലിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. എന്താ സായി ചേട്ടൻ, എന്താ പ്രശ്നം? ഷാജി എന്താ പ്രശ്നം? വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുവാണ്, സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം. എനിക്ക് അയച്ചു തന്നെ ഫോട്ടോ എടുത്തിട്ട്. എന്റെ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്റെ വൈഫിന്റെ ഒരു 3 പവന്റെ മാലയുടെ മിന്നുണ്ട്, ആ മിന്നുമാല കാണാൻ പോയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദിച്ചോ പറഞ്ഞൊരു മിന്നുമാല മേടിച്ച് പള്ളിയിൽ പോയി വഞ്ചരിച്ച് കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ എൻ്റെ ജാതകത്തിൽ 2ാം കെട്ടുണ്ടെങ്കിലേ അങ്ങനെ നിന്നെ തന്നെ കെട്ടി അങ്ങനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, എന്നാൽ ഇവർ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിർത്തിയിരിക്കുന്ന ആ ദിവസത്തെ കല്യാണം, അതിന്റെ വീഡിയോ നമുക്ക് കണ്ടേ. എക്സ്ക്ലൂസീവ് വെഡിങ് വീഡിയോ നമ്മളിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. Shri Shankara Sudhamanandana Siddhi Vinayaka Sri
മനോഹരം. രശ്മി ചേച്ചി എന്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നിട്ട് കല്യാണം കഴിച്ചു. അപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? പോയി നിന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? അല്ല ഏറ്റവും എന്താ മനസ്സിലാലോചിച്ചത് ഞാനെങ്ങനെ പറയണത്? അല്ല, ഭാര്യയുടെ മനസ്സറിയണല്ലേ യഥാർത്ഥ ഭർത്താവ്. ആഗ്രഹം എന്തായിരുന്നുള്ള കാര്യം. കാരണം ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും മനസ്സിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ ഉപരി വേറൊരു കാര്യം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതായിരിക്കുള്ളൂ പ്രാർത്ഥിച്ചേക്കണത്. അത് ഉറപ്പാത് ആണോ? അല്ല, ഞങ്ങളെ ഈ 21 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ 9 മാസം വൈഫ് ക്യാരിങ് ആയിരുന്നു. അപ്പം അത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നമുക്കത് അബോർട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ മാസം 2-ാം തീയതി ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടത്. അപ്പം ഞാൻ അതിന്മേൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു 3 മാസം ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്നേക്കുന്ന ആളെ. അപ്പം അത് ആ ഒരു ഇതായിരിക്കുള്ളൂ ആലോചനയിലുള്ളത്. ആളൊന്ന് ഫ്രീ ആവട്ടെ, എൻ്റെ കൂടെ നമ്മൾ ആ ചിരിച്ചും കളിച്ചും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല, സത്യത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു അവിടെ ഇന്ന് പ്രാർത്ഥിച്ചത്. അതൊക്കെ ഓക്കെ. അപ്പൊ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്ല, ഇനിയും ഭഗവാൻ ഞങ്ങളെ പരീക്ഷിക്കരുത്. ഈ ഒരു പേരില് ഒരുപാട് ചീത്ത കേട്ടതാണെന്നല്ലേ? മറ്റുള്ളവരെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതില്ല, ഉണ്ടാവരുത്. അങ്ങനെയായിരുന്നു ഞാൻ. ആരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഒരു ഭാര്യക്ക് ഏറ്റവും വേണ്ടത് ഒരു നല്ല ഭർത്താവാണ്. അത് ദൈവം തന്നില്ലേ? കൂടുതൽ എന്താ വേണ്ടത്? അതായിരിക്കും, അതാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ ഭഗവാൻ തന്ന ഗിഫ്റ്റ് തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയണു. പക്ഷേ മറ്റുള്ളവരെ കളിയാക്കല് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് പോട്ടെ. ഇപ്പൊ ഇത്രയും ആളുകളുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന എടുത്ത് കാണുന്നവരുടെ പ്രാർത്ഥന ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡില് ജോബിച്ചേട്ടന്റെ വൈഫ് പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ കാര്യം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് അബോർഷൻ ആവും എന്ന് ഡോക്ടർ പറഞ്ഞ ടൈമില് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച്, അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിനെ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ പൊന്നു പോലെ അതിനെ വളർത്തിക്കോളാം ഞാൻ പ്രാർത്ഥിച്ചു. എന്നുവെച്ചാൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്കത് അബോർഷൻ ചെയ്യണം നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത സ്കാനിങ്ങിൽ അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിന് അങ്ങനെ ഞാൻ നോക്കിക്കോളാം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിൽ കൂടുതൽ ദൈവം തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. ഭഗവാൻ എപ്പോഴാണ് തീരുമാനമുള്ള സമയത്തൊക്കെ നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇതെല്ലാം വന്ന് പറഞ്ഞ ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഒരു പ്രാവശ്യമാണ് ക്യാരിങ് അയക്കണത്. ഇത്രയും നാൾ ട്രീറ്റ്മെൻ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ റിസൾട്ട് ഇവർ ബെഡ് റെസ്റ്റ് ആയിരിക്കും, ഈ റിസൾട്ട് പോയി വാങ്ങണ ഞാൻ ഇതും കൊണ്ട് തിരിച്ചു വന്നിട്ട് അത് നെഗറ്റീവാന്ന് പറയണ ഒരു നിമിഷമുണ്ട്. അത് ഭയങ്കര പ്രോബ്ലം. കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേര് അല്ല, ഇത് വന്നിങ്ങനെ ഈ 14 ദിവസം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിസൾട്ട് വരാൻ വേണ്ടി. ഇപ്പം ഇന്ന് ഓക്കെ ആയിരിക്കും. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് ആണെന്ന്. ആ പറയാനുള്ള ഒരു ദിവസം ഭയങ്കര പ്രോബ്ലമാണ്. അത് കാരണം ഞാൻ വണ്ടിയിട്ട് വേറെ വഴിയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരും. കുറച്ചൊന്നും കിട്ടിയില്ല പോയില്ലെന്നൊക്കെ പറയും. സാജു അത്രേ ഉള്ളൂ. സാജു ഉടനെ പോസിറ്റീവ് ആവും. പോസിറ്റീവ്. എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. എന്താ പറയണ്ടേ, ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. സൊസൈറ്റി കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരാളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ചിലപ്പോൾ അവരുടെ ചോയ്സ് ആയിരിക്കും ചിലപ്പോൾ അവർക്കത് വേണ്ടാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്ത് ഒരുപാട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടണമെന്ന് അറിയില്ല അല്ലേ? ഒരുപാട് പേര് ഏതെങ്കിലുമൊക്കെ ഫേസിൽ എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ഒരാളുടെ ലൈഫല്ലേ, അതിനകത്ത് പോയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതെന്താ അങ്ങനെ എന്താ ഇങ്ങനെ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയാൽ തന്നെ കുറെ പ്രഷർ കുറയും. ഇത് അറിഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്, അതാണ് ഭയങ്കര. നമ്മൾ ചിലപ്പോൾ നമുക്കൊക്കെ പറ്റുന്നതാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു സംസാരിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അറിയാതെ കുട്ടികൾ പെട്ടെന്ന് അവരുടെ മുഖം ഒന്ന് ഡൗൺ ആകും നമുക്ക് കാണാം. പെട്ടെന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അത് നമ്മൾ അറിയാതെ ചോദിച്ചതാ. പക്ഷെ അറിഞ്ഞിട്ട് കുത്തുന്നവരുണ്ട്. അവരോട് എന്താ പറയണ്ടത്? അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞിട്ട് നമ്മളെ കളിയാക്കണ പോലെ
ഇപ്പോഴും ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുവാണല്ലേ, അതൊക്കെ മതിയോ എന്നൊക്കെ ചോദിക്കലും അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ്. ഇതിനൊന്നും അറിയാൻ പാടില്ല, പോയി പാട് നോക്കാൻ പറയണം. തിരിച്ചങ്ങോട്ട് 2 തഗ് അടിക്കാൻ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ കട്ടക്ക് നിൽക്കുന്ന ഒരു കെട്ടിയോല്ല നിങ്ങൾക്ക്. പിന്നെ ഇപ്പൊ കട്ടക്ക് നിൽക്കുന്ന ഒരു വലിയ ഫാമിലി, ആ ഫാമിലി ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കട്ടക്ക് കൂടെ ഉണ്ട്, നമ്മുടെ പ്രാർത്ഥനയുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്. അല്ല ഇത്രയും നാൾ എനിക്ക് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് ചേട്ടാ, ഇത് ഈ രശ്മി പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ഒത്തിരി നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഈ തരത്തിൽ ഞാൻ പലപ്പോഴും പരസ്യമായി ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ ഞാൻ 1-2 പ്രസംഗങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. നമ്മുടെ സമൂഹം ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ രശ്മി, ഞാൻ പറയുന്നു, രശ്മി കൊണ്ടുകൊണ്ടും പറഞ്ഞു, ഇതൊരു പോസിറ്റീവ് സൈനാണ് ഇപ്പോൾ വന്നത്. രശ്മി ആദ്യം ടെൻഷൻ അങ്ങ് മാറ്റുക. ഇനി വരുമ്പോൾ രശ്മി ഒരിക്കലും അയ്യോ അങ്ങനെ ആവുമോ എന്ന് ചിന്തിക്കാതിരിക്കുക. രശ്മി, നമ്മുടെ ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ രശ്മിക്ക് സന്തോഷകരമായ വാർത്തകൾ. കാരണം നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം, ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഫ്രണ്ട്സ് എല്ലാം കൂടെ സംസാരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ ചുമ്മാ ഭാര്യമാരെ കളിയാക്കി അതും ഇതൊക്കെ ചെയ്യും. ഞാൻ ദൈവം സാക്ഷി നിർത്തി പറയുന്നു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ്. തമാശന് പോലും അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ പോലും നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഉള്ളപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഒന്നും പേടിക്കണം. ഞങ്ങള് മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്താൻ പോയി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു 50-55 വയസ്സുള്ള ഒരു ചേട്ടനും ചേച്ചിയും തൊഴുതുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് പുറത്തിറങ്ങി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിലും വേണ്ട, അവർക്കാവട്ടെ പാവങ്ങൾ, അങ്ങനെ ഇത്രയും വയസ്സിലും ഇത് ആഗ്രഹിച്ചു വന്നേക്കാനല്ലേ. ഞാൻ പുറത്തിറങ്ങിയിട്ട് അച്ഛനോട് ചോദിച്ചു ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ ചേട്ടനും ചേച്ചിക്കും വേണ്ടിയാണ്. അപ്പൊ ഈ മേഖല പോകുമ്പോൾ ഭയങ്കര തമാശ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് പറഞ്ഞ് ചിരിക്കാൻ പറ്റില്ലാത്ത തമാശയാണ്. അതെ, ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. കൂടെ ഒരു ഉണ്ണിക്കണ്ണനുള്ളപ്പോ വേറെ എന്തിനാ വേറെ കണ്ണന്മാര്? ഞാൻ കാരണം പറയാറില്ലെന്നുള്ളൂ. അതെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ കല്യാണത്തിന്റെ ഫോട്ടോ നമ്മൾ കണ്ടു. പണ്ടത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഒന്നുമില്ലേ? അങ്ങനെ പറയില്ലേ? ആ കല്യാണത്തിന്റെ ഫോട്ടോയും കൂടെ കാണണമെന്നുണ്ട്. സാറ് ഇച്ചിരി ചരിഞ്ഞിരുന്നോട്ടെ, നേരിട്ട് അടിച്ചാൽ ചിലപ്പോ ഇടിമിന്നൽ കൊണ്ടുപോലായി പോകും. അല്ല, എന്തെങ്കിലും കഥയുണ്ടോ ഫോട്ടോയ്ക്ക്? ആ ഫോട്ടോയ്ക്ക് ഒത്തിരി കഥയുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടില് ഫാമിലി എല്ലാം നാക്ക് കിട്ടുന്ന ആൾക്കാരാ. ദേഷ്യം വന്ന് ഞാൻ അങ്ങനെ കാണിക്കും. എന്തെങ്കിലും ആലോചിച്ചിരിക്കണെങ്കിൽ അത് ഇല്ല, വീട്ടിൽ സകല ആൾക്കാരും ഞങ്ങളെല്ലാരും കൂടി ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ നാക്ക് തമ്മിൽ കൂട്ടിയിടിക്കും വീട്ടില്. ആ ഒരു അവസ്ഥയായിരിക്കുള്ളൂ. അപ്പൊ അത് കാരണം അതുകൊണ്ട് എന്റെ ചേട്ടൻ ഇതുപോലെ നാക്ക് കടിച്ചിട്ട് നാക്ക് കട്ടായി പോയിട്ടുണ്ട്. ഈ കബഡി കളിച്ചപ്പോ ചേട്ടനും ഹൈറ്റ് ഉള്ള ഒരുത്തിന് കയറി ഞാൻ പിടിച്ച് ആ ഒറ്റ ചാട്ടം ചാടിയിട്ട് നാക്ക് കട്ടായി പോയി. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്, നാക്കിന്റെ ഇടപാടാണ്. ഞാൻ കുറച്ചുകൊണ്ട് സിനിമയിലൊക്കെ അത് നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഇങ്ങനെ വരും. അതിപ്പോ കുറച്ച് ഡീസന്റ് ആക്കി കൊണ്ടുവരും. നാക്ക് ഫാമിലി. അപ്പൊ അത് കല്യാണ ഫോട്ടോ തമ്മിലുള്ള ബന്ധം? കല്യാണ ഫോട്ടോയൊക്കെ ഞാൻ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ കൊണ്ട് ഇടിച്ച്, അപ്പൊ അവൻ ആൽബം ഇത്രാം തീയതി മേടിക്കണം, എത്ര രൂപ എവിടെ കല്യാണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒളിച്ചാണ് ബസ് കയറണം, പൈസ കൊടുക്കാൻ പലയിടത്തും പൈസ കൊടുക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പൊ ഈ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ മാത്രം എന്താ, ആൽബം ഞാൻ ഉണ്ടാക്കണം. ഞാൻ തന്നെ ഉണ്ടാക്കിയത് ആൽബം ഒക്കെ. അപ്പൊ നമുക്ക് കാണാം. ഫോട്ടോ ചോദിച്ചപ്പോ നാക്കിന്റെ കാര്യം പറഞ്ഞ എന്തിനാ? കണ്ടോ, നമുക്ക് കണ്ടു ഇവരുടെ കല്യാണ ഫോട്ടോ. ഇത് ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഫോട്ടോയാണ്. ആ നാക്ക് നീട്ടിയിരിക്കണം, കെട്ടണ സമയത്ത് നാക്ക് നീട്ടിക്കേ. കെട്ടണ സ്ഥലത്ത് നാക്ക് നീട്ടിയത് കൊണ്ട് കൊള്ളാവുന്ന ഒരു കല്യാണ ഫോട്ടോ കിട്ടാതെ പോയ ആൾക്കാരാണ് ഇവർ. ഇത് കണ്ടിട്ടാണ് എനിക്ക് രഘുവരന്റെ ഫിഗറാന്ന് പറഞ്ഞത്. ഇവര് സത്യം പറഞ്ഞ ഈ പുറം ലോകത്തെ ഈ ഫോട്ടോ കാണിച്ചിട്ടില്ല. ചേട്ടൻ നാക്ക് നീട്ടി പോയത് കൊണ്ട് ആ മൊമെന്റിൽ, അതുകൊണ്ട് ഒരു ഫോട്ടോ അല്ലേ വേറെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതില്. അതൊക്കെ കാണിക്കരുത് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടാ. ആണോ? നല്ല ഫോട്ടോ എന്നെ ഒരുക്കണതൊക്കെ ഉണ്ട്. അയ്യോ, ലാബില് സ്കെൽട്ടൻ കിടക്കണ പോലെ ഞാൻ കിടക്കണം. അപ്പൊ എന്തായാലും നല്ലൊരു കല്യാണ ഫോട്ടോ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയില്ല, ഇതിങ്ങനെ ആയിരുന്നോണ്ട്. അപ്പൊ ഇത്രയും മനസ്സിന് ആഗ്രഹിച്ച് നിങ്ങൾ ഗുരുവായൂർ പോയി കല്യാണമൊക്കെ കഴിച്ചത് കൊണ്ട് നമ്മുടെ വക എന്തുണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ജോൺ ചേട്ടാ, നിത്യ കുറെ നേരം ഇല്ല ഇവിടെ ഇരിക്കണം, ഇങ്ങോട്ട് വായോ, ഈ സ്റ്റേജ് ഒന്ന് വന്ന് കൊഴിപ്പിക്കും, എന്നിട്ട് ഇവർക്ക് ആ സമ്മാനം കൊടുക്കും. അപ്പൊ 3 കല്യാണം കഴിഞ്ഞിട്ടും പ്രോപ്പർ ആയിട്ടൊരു കല്യാണ ഫോട്ടോ കിട്ടാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു സമ്മാനം ഞാനും എന്റെ ആളും ടീമിന്റെ വക
ഒരു സമ്മാനം. കാണിച്ച്. അമ്മോ, പൊളിച്ച്. ആ, ഇതില് ഒരു സന്തോഷം എന്താണെന്നറിയാമോ? ഞാൻ ഫോട്ടോ തന്നതിന് കേരളത്തിന് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വൈഫിന് ഞാൻ എവിടെ ഉദ്ഘാടനത്തിന് പോയാലും എന്ത് കിട്ടിയാലും ആ പൊതി വീട്ടിൽ കൊണ്ടുവന്ന് അഴിച്ചില്ല, വിഷയമാണ്. പിന്നെ ഞാൻ കാറിലും തുറന്ന പണിയാ. അപ്പൊ ഇത് പൊട്ടിക്കാൻ കൂട്ടിയത് അതുകൊണ്ടാണ് ഞാൻ. ചുമ്മാ അത് വെറുതെ അല്ല, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തങ്കക്കടലാസ് അല്ല, ഇത് നീല കളറാണ്. പക്ഷെ അതിന്റെ ഗോൾഡൻ കളറില് ഞാൻ എന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഒന്നും തന്നില്ലേ വേണ്ടില്ല, ഈ പേപ്പർ മാത്രം ചുരുട്ടി തന്നാലും തങ്കക്കടലാസ് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നിട്ട് സർപ്രൈസ് ആയിട്ട്. അപ്പൊ നിങ്ങൾ പോയതും ഗുരുവായൂർ തന്നെ, നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയല്ലേ? ആ ആഗ്രഹം ഗുരുവായൂരപ്പൻ നടത്തി തന്നില്ലേ? അപ്പൊ ഇനി രണ്ടാമത് പോയിട്ട് പ്രാർത്ഥിച്ച കാര്യം തീർച്ചയായിട്ടും ഭഗവാൻ നടത്തി തരും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് കഥകൾ പറയാനുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഞാനും എന്റെ ആളിന്റെ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ന്യൂബീസ് ആണ്, അർജുൻ ആൻഡ് മാധവി. നമ്മള് ആക്ച്വലി ഈ ഒരു സ്റ്റേജിലേക്ക് ഇപ്പൊ നോക്കുമ്പോഴേ പല കാലഘട്ടത്തിലെ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ ഉണ്ട്. കല്യാണ ഡ്രസ്സ്, പണ്ടത്തെ തൊട്ടുള്ള സാരികള് നോക്കി, 28 വർഷം മുന്നത്തെ സാരി, അവിടെ ഒരാള് 15 വർഷം മുന്നത്തെ സാരി കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇതിപ്പോ നിങ്ങളുടെ വെഡിങ്ങിന്റെ സാരി ആയിരുന്നു അല്ലേ? ഒരു ചേഞ്ച് ആണോ? ഇത് അർജുൻ പുടവ തന്ന സാരിയാണ്? അല്ല, ഇത് ഞങ്ങള് വീട്ടിൽ നിന്ന് എടുത്ത സാരി. ഇതല്ലാണ്ട് അർജുൻ എന്താ ഡ്രസ്സ് എപ്പോഴെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഡ്രസ്സായിരുന്നു ഗിഫ്റ്റ് ചെയ്തത്, കല്യാണത്തിന് മുമ്പ്. അല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ സർപ്രൈസ് ഒന്നും തരുന്ന ആളൊന്നും അല്ല. അപ്പൊ ഞാൻ താജ്മഹൽ കൊണ്ട് കാണിച്ച് സർപ്രൈസ് കൊടുത്തു. സർപ്രൈസ് കൊടുക്കാറുണ്ടോ? അശ്വതി, എനിക്ക് നാളിതുവരെ സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല. ഇതാ ഇപ്പൊ ഇവിടുന്ന് വലിയ വായിലൊക്കെ ഒന്ന് പറഞ്ഞില്ലേ, യാതൊരു സാധനം അതെ, ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. അല്ലല്ല, ഞാൻ ആലോചിക്കുക, വൈഫ് ഇതുവരെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ ആളെ മാത്രം ഇങ്ങനെ നോട്ടീസ് ചെയ്യും. ആള് സംസാരിക്കാന്നല്ലാണ്ട് വൈഫ് ഒന്നും മിണ്ടണില്ല. പക്ഷെ അടിപൊളി എന്റെ ആരോഗ്യത്തിന് നല്ലത്. മിണ്ടാതിരിക്കുന്നതാണ് എന്റെ ഭാവിക്ക് നല്ലത്. അതല്ല ഹരിയണ്ണ, ഇപ്പൊ ആ വടിയില്ല, അതെടുത്ത് ദൂരെ കളഞ്ഞേരി. ഇനിയും അടിക്കും, അല്ലെങ്കിൽ അതെടുത്ത് ഒരു സർപ്രൈസ് വേണ്ട, എല്ലാം മായിച്ചു കളഞ്ഞേരി. അപ്പൊ നിങ്ങളുടെ കല്യാണം ശരിക്കും നിങ്ങൾ വിചാരിച്ചതുപോലെ, അതായത് ആ കല്യാണത്തിന്റെ ഡേ, അന്നത്തെ ലുക്ക് ആൻഡ് ഫീൽ, ഫോട്ടോഷൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നോ? പ്ലാൻ ചെയ്ത പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണത്തിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിരുന്നു. പക്ഷെ കല്യാണം എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം വന്നിരുന്ന സമയത്തൊക്കെ അച്ഛനുള്ളപ്പോ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ആളിപ്പോ എന്നോട് പറയും, അങ്കിള് ഇടയ്ക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ പറയുമായിരുന്നു, അവിടെ ഉള്ളപ്പോ ആൾ ദുബായിൽ നിന്നൊക്കെ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ പറയും, ഇങ്ങനെയൊന്നും അല്ല, ഒരു ആൾക്ക് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഒരു ഇല്ലമുണ്ട്, ആർക്കെങ്കിലും അറിയോ? ഒരു വലിയ അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഒരു 4 ദിവസം അവിടെ എല്ലാവരും കല്യാണത്തിന് വരുന്നവരെയൊക്കെ അവിടെ താമസിപ്പിച്ച് ഒരു ദിവസം ഹൽദി, മെഹന്തി, കല്യാണം, റിസപ്ഷൻ ഒക്കെ അവിടെ തന്നെ. അതായത് എവിടെയും പോവണ്ട അപ്പുറത്ത്. അപ്പൊ ഒരു ഗെറ്റ് ടുഗെദർ പോലെ എല്ലാവർക്കും അവിടെ തന്നെ താമസിച്ച് ഒരു തരം ഡെസ്റ്റിനേഷൻ വെഡിങ് അങ്ങനെ നടത്താനായിരുന്നു ഭയങ്കര ആഗ്രഹം. അമ്മയ്ക്കും അതെ, അച്ഛനും അതെ. പക്ഷെ അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്തു കേട്ടോ, കുറ്റവും കുറവൊന്നുമില്ല. 3 ദിവസത്തെ കല്യാണമായിരുന്നു. തലേ ദിവസം ഹൽദി മെഹന്തി ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം റിസപ്ഷൻ. അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ, പപ്പയും മമ്മിക്കും പറ്റുന്ന രീതിയിൽ നടത്തി. ഇപ്പൊ എങ്ങാനും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എന്തൊക്കെ പരിപാടിയാ, മെഹന്തി, സംഗീതം അല്ലേ? ഇവർക്കൊക്കെ ഇല്ലേ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുത്തില്ലേ? അപ്പൊ ഇവരാണ് ഇവിടുത്തെ ന്യൂലി മാരീഡ് കപ്പിൾ എന്ന് പറയുന്നത്. ഇവർക്ക് നമ്മൾ എന്താ കൊടുക്കുക? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ബോണ്ടും ജെല്ലും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങള്
പശയാണോ തരാൻ പോണത്? പശയൊന്നും അല്ല, ഇവിടെ കുറച്ച് ഗെയിംസ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഗെയിം നടത്തണമെന്നുണ്ടെങ്കിൽ കുടുംബക്കാരുടെ സപ്പോർട്ട് വേണം. എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. അതാണ് എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്യാം. അതാണ് ഇന്ന് ഇവർക്കുള്ള ഒരു ടാസ്ക്. ഗെയിമിലേക്ക് നമ്മൾ കിടക്കാണ്. ഇതും ഞാൻ ആക്ച്വലി സിനിമയിലെ കണ്ടിട്ടുള്ളൂ. ഇത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ കുടത്തിനകത്ത് നമ്മൾ ഈ ഒരു റിംഗ് ഇടും. ഇത് ഇവർ രണ്ടുപേരും കൂടെ കൈയിട്ട് തപ്പിയെടുക്കണം. ഈ റിംഗ് ആർക്കാണോ ആദ്യം കിട്ടുക അവരായിരിക്കും ഈ റിലേഷൻഷിപ്പ് റൂൾ ചെയ്യുക എന്നാണ് വിശ്വാസം. അവരായിരിക്കും റിലേഷൻഷിപ്പിൽ ഡോമിനേറ്റ് ചെയ്യുക. അവര് പറയുന്നത് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാന് ഈ റിംഗ് ഇതിനകത്ത് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, രണ്ടുപേരും രണ്ടുപേരോട് കൈവെക്ക്. ഞാൻ പറയാം. Your time starts now. ഏത് കളിക്കും 3 ചാൻസ് ഉണ്ട്. 3 ചാൻസ് കൊടുക്കാട്ടോ. ഓക്കെ, and your time starts now. അതെന്താന്നറിയോ? ഇത് എനിക്കറിയാം എന്താന്നറിയോ ചേച്ചി? അത് അടച്ചു വെച്ചേക്കാ. എന്ത്? നേരെ കൊണ്ടുപോയി അത് അടച്ചു വെച്ചു. അപ്പൊ പിന്നെ എനിക്ക് തപ്പാ സ്ഥലമില്ല. Last time. അത് പറ്റില്ല കേട്ടോ, കള്ളക്കളി പറ്റില്ല. Last time, your time starts now. ശരിക്കും ഇതിനകത്ത് കാണാനില്ല. ഓഹോ, ഈ മോതിരം എവിടെ ഇരുന്നു? എന്റെ പിന്നെ എങ്ങനെ തപ്പേ കിട്ടുന്നത്? കള്ളക്കളി. ലാസ്റ്റ് ടൈം ഇത് കറക്റ്റ് ആയിട്ട് കേട്ടോ. ഇപ്പൊ ആര് ഡൊമിനേറ്റ് ചെയ്യും എന്നുള്ളത് അറിയേണ്ടത്. റെഡി, 1 2 3 ഒരുമിച്ച് പോകും. നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് 5 6 7 8 9 10 11. ഓക്കെ, നമുക്ക് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം അടിപൊളിയായി. ആക്ച്വലി നമ്മൾ പണ്ടോട്ടെ ഇത്തരം സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് കപ്പിൾസിന്റെ ഇടയിലുള്ള ബോണ്ടിങ് കൂടാൻ വേണ്ടിട്ട്. ഇത് ആക്ച്വലി കപ്പിൾസിന്റെ ഇടയിൽ മാത്രമല്ല, നമുക്ക് മൊത്തത്തിലുള്ള ബോണ്ടിങ് കൂടാനും ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് മൊമെന്റ്സ് നമ്മൾ വീണ്ടും സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച്. പോയിരുന്നു അവിടെ നമ്മൾ കല്യാണ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ അതിന് ഒരു കാരണമൊക്കെ ആയിട്ടുള്ള ഒരാള് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി അദ്ദേഹത്തിനെയും ഭാര്യയാണ് നമുക്ക് ഈ വേദിയിലേക്ക് വിളിക്കാനുള്ളത്. നമ്മുടെ സ്വന്തം ജോൾസൺ ബ്രോ ഹരി പത്തനാപുരം ആൻഡ് കവിത ചേച്ചി. വെൽക്കം ടു ദ ഫ്ലോർ. കല്യാണ കഥ കേട്ടാലോ? തീർച്ചയായിട്ടും. കാരണം എത്രയോ കല്യാണങ്ങൾക്ക് ഗണിക്കുകയും സമയം കുറിക്കുകയൊക്കെ ചെയ്ത രണ്ട് അല്ലേ? അതെ, ഒരുപാട് പേരുടെ ആ നിർണായക മുഹൂർത്തം നടത്താൻ സമയം കുറിക്കുകയും കല്യാണം രണ്ട് പിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങളുടെ കല്യാണ ദിവസം ഇത് കല്യാണ സാരി ആണല്ലേ? കല്യാണ സാരി സ്വന്തം പോയി സെലക്ട് ചെയ്താണോ അതോ ഹരിച്ചേട്ടന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നോ? അല്ല, ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തോളാം. ഞാൻ പോയി സെലക്ട് ചെയ്തതാണ്. പിന്നെ അണ്ണന്റെ വീട്ടിൽ നിന്ന് എടുത്തപ്പം ഞാനും കൂടെ പോയി. ഭർത്താവിന് സെലക്ട് ചെയ്യാൻ പിന്നെ സാരി സെലക്ട് ചെയ്യാൻ അല്ല, ഹരിയണ്ണന് പിന്നെ വളരെ എന്തോ അണ്ണന്റെ ഒരു ഭാഗ്യത്തിന് സെലക്ട് ചെയ്ത് കിട്ടിയതാണ് എന്നെ. വേറൊരു വരെ സെലക്ട് ചെയ്ത് ഒന്നും കൊള്ളത്തില്ല. അണ്ണന്റെ ബ്ലൂ കളർ ഗ്രീൻ ആണ്, റെഡ് കളർ ഓറഞ്ച് ആണ്. അപ്പൊ പറയൂ, നിങ്ങളുടെ കല്യാണ ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് സമയവും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ സമയമൊക്കെ എടുത്തിട്ടാണ്. ഞാൻ കഴിഞ്ഞ തവണ നമ്മള് കല്യാണത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കല്യാണ ദിവസം അല്ലാതെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ എല്ലാം കല്യാണം നടന്നു. കാരണം ഇതേപ്പറ്റി അറിയാവുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം അതിനകത്ത് പ്രത്യേകിച്ച്
ഒന്നും മാറ്റി നിർത്താതെ എല്ലാം കൃത്യമായിട്ട് നടത്തി. പിന്നെ ഒരു കാര്യം മിസ്സായി പോയത് എന്താണെന്ന് വെച്ചാൽ സദ്യയുടെ കാര്യത്തിൽ അതെനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരുപാട് എന്റെ സുഹൃത്തുക്കള് വിവാഹത്തിന് വന്നു. അപ്പൊ ഞാൻ കുറച്ച് ഈ ഫ്രണ്ട്സ് ഒരു എപ്പോഴും അവർക്കൊരു പരിഗണന കൊടുക്കുന്ന, ഇതിലുള്ളവർക്കെല്ലാം അറിയാം ഞാൻ സുഹൃത്തുക്കൾക്ക് കുറേയേറെ പരിഗണന കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ എല്ലാവരോടും സംസാരിക്കാനും കൂടിയൊക്കെ നടന്നപ്പം സദ്യ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല എന്നൊരു വലിയ വിഷമം. ഹരിയണ്ണ എല്ലാരെയൊക്കെ വിട്ട് വന്നപ്പോഴത്തേക്ക് കലവറ പൂട്ടിയിട്ട് പോയി. ഇവിടുന്ന് ഡൽഹിയിൽ കൊണ്ടുപോയി ആൾക്കാരുടെ കല്യാണം കഴിപ്പിച്ചു, ആൾക്കാർക്ക് പിന്നെ മണിയറ ഒരുക്കി എല്ലാം ചെയ്തു. അപ്പൊ അത് സദ്യ കഴിക്കാനുള്ള ഒരു ഐഡിയ അല്ലേ? എന്നാ കഴിക്കും. മുന്നോട്ട് നിർത്തിയായിരുന്നു കഴിക്കുന്ന കാര്യത്തിൽ ഇല്ലേ ചോദിച്ചതാ. ഇങ്ങനെ പെട്ടെന്നൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ഡപം വരെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം. സദ്യ എന്നൊക്കെ പറഞ്ഞാൽ മിനിമം വെന്ത് വരാനുള്ള സമയം വേണ്ടേ? അടുത്ത പ്രാവശ്യം ആക്കാം അല്ലേ? നല്ലൊരു അടിപൊളി സദ്യ. അങ്ങനല്ല, കൊതിപ്പിച്ചെങ്കിൽ എന്നാ ഹരിച്ചേട്ടന്റെ കല്യാണത്തിന് കഴിക്കാൻ പറ്റാതെ പോയ സദ്യ നമ്മള് ഇപ്പം ഇന്ന് ഇവിടെ വെച്ച് കഴിക്കാൻ പോകുന്നു. പിന്നെ സദ്യ വിളമ്പട്ടെ. പപ്പടം പഴം പായസം കൂട്ടിയൊരു സദ്യ. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് കൊണ്ടുവരാം. അപ്പൊ കല്യാണത്തിന് സദ്യ മിസ്സായ ഹരിച്ചേട്ടനും സൗദി ചേച്ചിക്കും വേണ്ടിയിട്ട് നമ്മുടെ വക ഒരു ഉഗ്രൻ സദ്യ. കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ. തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളാരോ. അമ്പാടി കണിമുത്തേ പൂക്കണിമുത്തേ മിണ്ടിപ്പോയാലെന്തേ കോപം. ഹരിച്ചേട്ടാ ഒരു ആത്മാർത്ഥമായിട്ടൊരു ഉരുള കൊടുത്തേ. ഞാൻ ഉണ്ടാക്കിയതാ. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കാൻ, നല്ല നല്ല മൊമെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇവരുടെ ഈ ഒരു സദ്യ കഴിപ്പോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും സന്തോഷമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഞാനും എന്റെ ആളിലൂടെ കണ്ടുമുട്ടാം. Till then, bye.